തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളിലെന്ന തുറന്നുപറച്ചിലിൽ ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് വിശദീകരണം നൽകിയേക്കും. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാകും വിശദീകരണം നൽകുക. സർവീസ് ചട്ടലംഘനങ്ങളുടെ പേരിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനു ശേഷവും മാധ്യമങ്ങളെ കണ്ടതിൽ ആരോഗ്യവകുപ്പിന് കടുത്ത അതൃപ്തിയുണ്ട്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. മനീഷ്, ഇന്നലെ ഈ കാരണം കാണിക്കൽ നോട്ടീസിനെ കുറിച്ച് വിശദീകരിക്കുമ്പോഴൊക്കെ വല്ലാതെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ഡോക്ടർ. അപ്പം അതൊരു വൈകാരികമായ ഒരു വിഷയം കൂടിയാണിത്. ഇന്നിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? സ്മിത, നിലവിൽ ഒരു മാസം മുൻപ് ആദ്യം ഈ വെളിപ്പെടുത്തൽ നടത്തിയ ഹാരിസിനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു ആരോഗ്യമന്ത്രി രംഗത്ത് വന്നതെങ്കിൽ പിന്നീട് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസ് ഒരു സ്വാഭാവിക നടപടിയാണെന്നും ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് യൂറോളജി വിഭാഗത്തിലെ സർജറി ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാനില്ല. 20 ലക്ഷം രൂപ വരുന്നൊരു ഭാഗം കാണാനില്ല. 2 തവണ യൂറോളജി വിഭാഗം മേധാവി കൂടിയായിട്ടുള്ള ഹാരിസ് സൂപ്രണ്ടിന് കൊടുത്ത 2 കാര്യങ്ങൾ സൂചിപ്പിച്ചു കൊടുത്ത കത്തിലൊന്നും ഈ ഉപകരണങ്ങൾ കാണുന്നില്ല എന്ന കാര്യം പരാമർശിച്ചിട്ടില്ല എന്നാണ് ഉപസമിതി നിലവിൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഹാരിസ് നൽകുന്ന വിശദീകരണം നിലവിൽ ഔദ്യോഗികമായി ഇതിനൊരു വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്നലെ പറഞ്ഞത് അത് 20 ലക്ഷം രൂപയുടെ ഉപകരണമല്ല, 14 ലക്ഷം രൂപയുടെ ഉപകരണമാണത്. എല്ലാ വർഷവും ഓഡിറ്റ് നടത്തുന്ന ഒരു ഉപകരണത്തിന്റെ ഭാഗം കാണാനില്ലെങ്കിൽ അത് സ്വാഭാവികമായും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു ഉപകരണമാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ ഉപസമിതി പരിശോധന നടത്തിയിട്ടില്ല. അദ്ദേഹത്തിനൊപ്പമാണ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘടന. പക്ഷേ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധ സമിതിയുടെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് നിലവിൽ ആരോഗ്യ വിഭാഗം മെഡിക്കൽ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ മന്ത്രി അടക്കം ഉള്ള കണ്ടെത്തൽ, അതായത് ഇങ്ങനെ ഒരു ഉപകരണത്തിന്റെ ഭാഗം കാണാനില്ല എന്ന ഭാഗം വരുന്നത് ഒരു പരാമർശം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളടക്കം ഹാരിസ് ഹസന് വലിയ പിന്തുണയുണ്ട്. ഇത് സർക്കാർ മനഃപൂർവ്വമായി അദ്ദേഹത്തെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്ന നടപടിയാണ് എന്ന കാര്യമാണ് നിലവിൽ അറിയിക്കുന്നത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഭാഗത്ത് ഇനി നടക്കും. ഈ ഉപകരണം കാണാനില്ല എന്ന ഭാഗം സംബന്ധിച്ച് ഒരു ഭാഗത്ത് നടക്കും. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ച കാരണം കാണിക്കൽ നോട്ടീസിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി എന്നതടക്കമുള്ള കാര്യമുണ്ട്. ഈ ആശുപത്രിയിലെ സർജറി അടക്കം മുടങ്ങുന്നു എന്ന് കാണിച്ചു കൊടുത്ത കത്തിൽ എന്തുകൊണ്ടാണ് ഈ ഉപകരണം കാണാനില്ല എന്ന ഭാഗം പറയാത്തതാണ് നിലവിൽ ഹാരിസ് ഹസന് വിനയാകുന്നത്. ആശുപത്രിയെ സംബന്ധിച്ച് യൂറോളജി വിഭാഗത്തിലെ എല്ലാ ഉപകരണങ്ങളുടെയും ഉത്തരവാദിത്വം ഹാരിസ് ഹസനാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് കാണാതായി എന്ന വിവരം നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നില്ല എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മറ്റേ രീതിയിലുള്ള പ്രതികാര നടപടികളൊന്നുമില്ല. സ്വാഭാവിക രീതിയിൽ ആശുപത്രിയിലെ ഉപസമിതി നടത്തിയ അന്വേഷണമാണെന്നും ഈ കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം സ്വാഭാവിക നടപടിയാണെന്നുള്ള വിശദീകരണം മന്ത്രി നൽകുമ്പോഴും അത് ഒരു പ്രതികാര നടപടിയാണെന്നും മാധ്യമങ്ങളിലടക്കം അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ സർക്കാരിനെ വലിയ രീതിയിൽ കരിവാരി തേക്കുകയാണെന്നുള്ള ഒരു വിലയിരുത്തലാണ് സർക്കാർ ഭാഗങ്ങൾക്കുള്ളത്. സ്മിത. ശരി, മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.